അസ്സലാമലൈക്കും കൂട്ടുകാരെ, കടുമാങ്ങ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ വെള്ളമൂറും അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്പം വ്യത്യസ്തമായൊരു കടുമാങ്ങയാണ്. പച്ചമാങ്ങയുടെ പുളിയും പഴുത്ത മാങ്ങയുടെ മധുരവും ഒത്തുചേരുന്ന ഇൻസ്റ്റൻറ്റ് കടുമാങ്ങ അച്ചാർ. അധികം പഴുത്ത് കുഴഞ്ഞു പോകാത്ത മാമ്പഴം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറിന് പിന്നെ വേറെ ഒന്നും വേണ്ട. ഇതിനു വേണ്ടി ആദ്യം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ചട്ടി ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ചട്ടിയിലേക്ക് 3/4 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമ്മുടെ പ്രധാന ചേരുവയായ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്താണ് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നാലേ ഉപ്പും മുളകുമൊക്കെ മാങ്ങയിൽ നന്നായി പിടിക്കുകയുള്ളൂ. എന്നോടത് മറന്നു പോയതുകൊണ്ട് ഞാനത് അവസാനമാണ് ചേർത്ത് കൊടുത്തത്. മാങ്ങ നന്നായി വാടി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം ചട്ടി അടച്ചു വെക്കാവുന്നതാണ്. നല്ല തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലാക്കി വെക്കാവുന്നതാണ്. ഇതാ നമ്മുടെ കടുമാങ്ങ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ പഴുത്ത മാങ്ങ ചേർക്കാം. ഒരു മാങ്ങയുടെ പകുതി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ റെസിപ്പിക്ക് നല്ലൊരു സ്വാദായിരിക്കും. ഇനി ഇതൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് മാങ്ങ വെന്ത് സോഫ്റ്റ് ആവുന്നത് വരെ വേവിക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനമായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇപ്പോൾ നമ്മുടെ കടുമാങ്ങയൊക്കെ നന്നായി കുറുകിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെറൈറ്റി കടുമാങ്ങ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പഴുത്ത മാങ്ങ ഉള്ളത് കൊണ്ട് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ഇത് ചൂടാറിയതിന് ശേഷം കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ചൂടാറിയ ശേഷം ഇത് ഭരണിയിലിട്ട് സൂക്ഷിക്കാം. പഴുത്ത മാങ്ങ ചേർത്തത് കൊണ്ട് ഇത് അധിക ദിവസം പുറത്ത് വെക്കരുത്. തണുത്ത ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി പരീക്ഷിക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.